ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വയുടെ രാശിമാറ്റത്തെ കുറിച്ചാണ്. ചൊവ്വാഗ്രഹം 2025 ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ 2025 ജൂൺ മാസം 7-ാം തീയതി വരെയുള്ള 66 ദിവസത്തേന് കർക്കിടകം രാശിയിലേക്ക് മാറുകയാണ്. കർക്കിടകം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ചൊവ്വായ്ക്ക് നീചക്ഷേത്രമാണ്. അങ്ങനെയുള്ള ഈ ഗ്രഹങ്ങളുടെ സ്ഥിതിയും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഒക്കെ അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്കായിട്ട് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടാകുന്നതാണ്. വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും കടങ്ങളായാലും സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയായാലും ഒക്കെ നേരിട്ട് വരുന്നതിനും ഒക്കെ അവസരമുണ്ട്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് ദൈവാധീനമുള്ള സമയമാണ്. എന്നിരുന്നാലും രാശിയുടെ അധിപനാണ്, അതായത് മേടം രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വാഗ്രഹം അത് പ്രവൃത്തികാരകനാണ്. ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും തേജസ്സിന്റെയും ഓജസ്സിന്റെയും ഗ്രഹമാണ്. ആ ഗ്രഹം ഏറ്റവും ബലം കുറഞ്ഞ ഭാവത്തിലേക്കാണ് വരുന്നത്. അത് 4-ാം ഭാവമായ മാതൃഭാവത്തിലേക്കാണ് ഈ മേടം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സൂചിപ്പിക്കുന്നത്. അത് ആരോഗ്യപരമായ കാര്യങ്ങള് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സുഖവും സന്തോഷങ്ങൾക്കും മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചില കുറവുകൾ സൂചനയുണ്ട്. അത് ഏഴരശനിയൊക്കെ ആരംഭിച്ച സമയവുമാണല്ലോ. എന്നിരുന്നാലും ദൈവാധീനം കൊണ്ടൊക്കെ അത് ഒരു പരിധി വരെ മറികടക്കുവാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെയാണ്. വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവരും അസമയത്തെ യാത്രകളും ഒക്കെ എല്ലാവരും കഴിവതും ഒഴിവാക്കുക. പ്രായമായ മാതാപിതാക്കൾക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ആരോഗ്യകാര്യങ്ങളിലും ഭക്ഷണ കാര്യങ്ങളിലും ഒക്കെ കൃത്യനിഷ്ഠ ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. എന്നിരുന്നാലും അധിക സാഹസികമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സംസാരത്തിലൊക്കെ വളരെ നയവും കഴിവും ഒക്കെ ആവശ്യമാണ്. ഐശ്വര്യ സമ്പൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ചൊവ്വയുടെ ഈ രാശി മാറ്റം കൊണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ചു. അതുപോലെ തന്നെ പ്രധാനമാണ് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സര രംഗങ്ങളിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. എന്നാൽ കലാകാരന്മാരായിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ വിജയങ്ങളും നേട്ടങ്ങളും ജനസമ്മതിയും പ്രസിദ്ധിയും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നിച്ചേരും. പ്രത്യേകിച്ച് വാഹന സംബന്ധമായ കാര്യത്തിലും ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവരും വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ വ്യാപാരവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും കലാരംഗം ഒന്നടങ്കം പൊതുവെ നന്നായിരിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. അത് പ്രധാനമായിട്ട് തൊഴിൽ ഭാവത്തിലെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്കും, അതായത് വിദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയുടെ കാലമാണ്. സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ചില തൊഴിൽ തടസ്സങ്ങളോ ക്ലേശങ്ങളോ സൂചകമാണ്. അതുപോലെ തന്നെ സാമ്പത്തികം വന്നു ചേരുന്നത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ അതീവ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ആവശ്യമാണ്. അധിക ധനച്ചെലവ് വന്നു ചേരുവാൻ സൂചനയുണ്ട്. നിയമപരമായ പ്രശ്നങ്ങൾ വന്നുപെടുവാൻ സൂചനയുള്ളതിനാൽ സർക്കാരുമായിട്ടോ മറ്റ് സ്വകാര്യ വ്യക്തികളും ഒക്കെ ആയിട്ട് കരാർ ഉടമ്പടികളിൽ ഏർപ്പെടുന്നതും കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നതുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ്. കാർഷിക രംഗത്ത് ചില നഷ്ടങ്ങൾ ഉണ്ടാകുവാനും സൂചനയുണ്ട്. ഭൂമി സ്വന്തമായിട്ട് ഉള്ളവർ അത് പണയപ്പെടുത്തുന്നതിനും ഭൂമി സംബന്ധമായ
കരാർ ഉടമ്പടികളിൽ വെക്കുന്നതുമൊക്കെ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ പുരോഗതിയും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുകയും ചെയ്യും. ഗവൺമെന്റ് ഓഫീസേഴ്സ് ആയാലും ഒക്കെ വളരെ നല്ലതാണ്. കുടുംബത്ത് പ്രത്യേകിച്ച് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ സൂചകമാണ്. അതിന് ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വളരെ അത്യാവശ്യവുമാണ്. എല്ലാവർക്കും സമ്പൽ സമൃദ്ധവും ഐശ്വര്യ സമ്പൂർണവുമായ വിഷു ആശംസ.